ഉടനിവർത്തി നമ്മൾ മണിതുയർത്തി മണ്ണിൽ തനിമയുടെ പുതിയൊരിടം കേരനിരതൻ ക്ഷേമമരുളും തെളിവായി ദിനവും വളരും ഇടമാണ് നവകേരളം, പ്രിയ കേരളം. പ്രിയപ്പെട്ടവരെ, സമാനതകളില്ലാത്ത വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇന്ന് മുന്നേറുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് മൃഗസംരക്ഷണ ക്ഷീര വികസന മേഖലകളിലെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ പ്രവർത്തനങ്ങൾ. നൂതനങ്ങളായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ നടപ്പിലാക്കിക്കൊണ്ടാണ് ഈ മേഖലയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് ഗവൺമെൻറ് നേതൃത്വം കൊടുത്തത്. പ്രിയപ്പെട്ടവരെ, പ്രിയ കേരളം പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. പ്രിയ കേരളം. മാധുക്കുട്ടി വാ. ഞാൻ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ അശോകയിൽ വളർത്തുന്ന മാധു എന്ന പശുവാണ് എൻ്റെ വീട്ടിൽ ഇന്ന് നിൽക്കുന്നത്. ഏകദേശം 14 ലിറ്റർ പാല് മാധു ഞങ്ങൾക്ക് തരുന്നുണ്ട്. ഇതേപോലെ തന്നെ കേരളത്തിൽ പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ് ഇന്ന് മുന്നേറുന്നത്. നമുക്കറിയാം, അതിനു വേണ്ടിയിട്ട് നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഞങ്ങൾ കേരളത്തിൽ ഈ മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു പദ്ധതി MSDP പദ്ധതിയാണ്. നമുക്കറിയാം, ആ പദ്ധതി വഴി നമ്മുടെ പശുക്കളെ മേടിക്കുവാനും തൊഴുത്തുകളൊക്കെ നിർമ്മിക്കുവാൻ യന്ത്രവൽക്കരണങ്ങൾ ഉൾപ്പെടെ നടപ്പിലാക്കുവാൻ നമ്മൾ ഈ പദ്ധതി ആണ് കേരളത്തിലെമ്പാടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കുമ്പോൾ അതൊക്കെ നമ്മുടെ കർഷക ക്ഷേമത്തിന്, പ്രത്യേകിച്ചും നമ്മുടെ മൃഗസംരക്ഷണ മേഖലകളിലെ ക്ഷീര കർഷകരെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നാം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്നത്. പാലുൽപാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുകയെന്ന ലക്ഷ്യം മുൻനിർത്തി സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയാണ് നമ്മുടെ സർക്കാർ. സംസ്ഥാനത്തേക്ക് കൂടുതൽ പശുക്കളെ എത്തിച്ചും ക്ഷീരകർഷകർക്ക് സബ്സിഡികൾ, പലിശരഹിത വായ്പകൾ, മറ്റ് സഹായങ്ങൾ എന്നിവ ഉറപ്പാക്കിയും ഹൈടെക് ഡയറി ഫാമുകൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്ക് പ്രോത്സാഹനം നൽകിയുമാണ് ഈ രംഗത്ത് നമ്മുടെ മുന്നേറ്റം. പ്രതിദിനം 86 ലക്ഷം ലിറ്റർ പാൽ ആവശ്യമുള്ള സംസ്ഥാനമാണ് കേരളം. ഇതിൽ 70 ലക്ഷം ലിറ്ററും ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നു. ഉൽപ്പാദനത്തിലുള്ള കുറവ് നികത്തുകയെന്ന ലക്ഷ്യത്തിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പുകളിലൊന്നാണ് മിൽക്ക് ഷെഡ് വികസന പദ്ധതി അഥവാ MSDP. ക്ഷീരമേഖലയെ ആശ്രയിച്ച് കഴിയുന്ന സംസ്ഥാനത്തെ 8 ലക്ഷത്തോളം കുടുംബങ്ങളുടെ സാമ്പത്തിക ഉന്നമനം കൂടിയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉരുക്കളെ വാങ്ങുന്നതിനും ശാസ്ത്രീയമായ തൊഴുത്ത് നിർമ്മിക്കുന്നതിനും വ്യക്തികൾക്കും സംഘങ്ങൾക്കും സർക്കാർ ധനസഹായം ലഭ്യമാക്കുന്നു. തൊഴുത്ത് നവീകരിക്കുന്നതിനും ഫാം യന്ത്രവൽക്കരിക്കുന്നതിനും കൂടി കർഷകന് തണലൊരുക്കുന്ന പദ്ധതി പ്രകാരം ആകെ ചെലവിന്റെ 50% വരെ സബ്സിഡിയായി ലഭ്യമാക്കുന്നു. ബാങ്ക് വായ്പയെടുത്ത് ഡയറി ഫാം തുടങ്ങുന്നവർക്ക് വർഷത്തിൽ 3 ലക്ഷം രൂപ വരെ പലിശ ഇളവ് നൽകുന്ന പദ്ധതിയും MSDPയുടെ ഭാഗമാണ്. MSDP പദ്ധതി പ്രകാരം 10 പശു യൂണിറ്റ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നു. കൂടാതെ പുൽകൃഷിക്കായി ഒരു ഏക്കർ സ്ഥലത്തിന് 16,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ മിൽക്കി മെഷീൻ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു 5 പശു യൂണിറ്റ് എനിക്ക് അനുവദിച്ചിട്ടുണ്ട്. അങ്ങനെ നടത്തുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും കർഷകരെ സഹായിക്കുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. അത്യുൽപാദന ശേഷിയുള്ള മുന്തിയ ഇനം ഉരുക്കളെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കണ്ടെത്താനുള്ള സാങ്കേതിക സഹായം കൂടി ഉൾപ്പെടുന്നതാണ് മിൽക്ക് ഷെഡ് വികസന പദ്ധതി.
ഇതിനകം 100,000-ഓളം കറവ പശുക്കളെയും 20,500-ലേറെ കിടാരികളെയും ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് സർക്കാർ കേരളത്തിലെത്തിച്ചു. 3 വർഷത്തിനുള്ളിൽ 12,739 ഉരുക്കളെയും 1,728 കിടാരികളെയും വാങ്ങാൻ സഹായം ഉറപ്പാക്കിയ സർക്കാർ 5,000-ഓളം പേർക്ക് തൊഴുത്ത് നവീകരണത്തിനും കറവയന്ത്രം വാങ്ങുന്നതിനും സഹായധനം നൽകി. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിലെ ഗുണഭോക്താക്കളായ അതിദരിദ്രർക്ക് 90% സബ്സിഡിയോടെയാണ് സർക്കാർ പശുക്കളെ വിതരണം ചെയ്യുന്നത്. 129 പേർക്ക് ഇതിനകം പശുക്കളെ വിതരണം ചെയ്ത സർക്കാർ 140 അതിദരിദ്രർക്കുകൂടി ഉടൻ പശുക്കളെ നൽകാനൊരുങ്ങുകയാണ്. MSIP നിന്ന് എനിക്ക് 5 പശുവിന് ലോൺ കിട്ടിയിട്ടുണ്ട്, സബ്സിഡി. 40 വർഷം കൊണ്ട് ഞാൻ ഇത് കെട്ടി വരെയാണ്. നമ്മളെ കാര്യങ്ങളൊക്കെ ഇതുകൊണ്ട് നടക്കും. പാല് സൊസൈറ്റിക്കാണ് കൊടുക്കുന്നത്, കല്ലൂർ സൊസൈറ്റിയിൽ. വ്യക്തിഗത ഗുണഭോക്താക്കൾക്കും ഗ്രൂപ്പുകൾക്കും വേണ്ടി കിടാരി പാർക്ക് പദ്ധതി വിപുലപ്പെടുത്തിയ സർക്കാർ 50 കിടാരികളെ ഉൾപ്പെടുത്തിയുള്ള 11 കിടാരി പാർക്കുകളാണ് 3 വർഷത്തിനുള്ളിൽ യാഥാർത്ഥ്യമാക്കിയത്. തോട്ടം തൊഴിലാളികൾക്ക് അധിക വരുമാനം നൽകാൻ ലക്ഷ്യമിട്ടുള്ള ക്ഷീരലയം, തീരദേശത്തെ കയർ മത്സ്യത്തൊഴിലാളികളെ പശുവളർത്തലിലേക്ക് ആകർഷിക്കാനായുള്ള ക്ഷീരതീരം എന്നീ പദ്ധതികളും മിൽക്ക് ഷെഡ് വികസന പദ്ധതിയുടെ ഭാഗമായി ഈ സർക്കാർ നടപ്പിലാക്കുകയാണ്. 40 ഗ്രാമപഞ്ചായത്തുകളെ കൂടി ക്ഷീരഗ്രാമങ്ങളാക്കാൻ തയ്യാറെടുക്കുകയാണ് നമ്മുടെ സർക്കാർ. ഇങ്ങനെ കൂടുതൽ യുവാക്കളെയും വനിതകളെയും ഈ മേഖലയിലേക്ക് ആകർഷിച്ചും കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കിയും ക്ഷീരമേഖലയെ ശാക്തീകരിക്കുന്ന സർക്കാർ വൈകാതെ പാലുൽപാദനത്തിലെ സ്വയം പര്യാപ്തതയെന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ തയ്യാറെടുക്കുകയാണ്. പ്രിയ കേരളം, കേരളത്തിലെ 95% പശുക്കളും ഇന്ന് സങ്കര ഇനം പശുക്കളാണ്. അത് കേരളത്തെ സംബന്ധിച്ചൊരു വലിയ പ്രത്യേകതയാണ്. ഇന്ന് രാജ്യമെടുത്ത് പരിശോധിച്ചാൽ തന്നെ ഉൽപ്പാദനക്ഷമതയിൽ നമ്മുടെ കേരളം ഇന്ന് 2ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 10.77 ലിറ്ററാണ് ആവറേജ് ഒരു പശുവിൽ നിന്നും നമുക്ക് പാല് കിട്ടുന്നത് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. എന്നാൽ നമുക്കറിയാം, നമുക്ക് പശുക്കളുടെ എണ്ണം കേരളത്തിൽ വർദ്ധിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ സെക്സ് സോർട്ടഡ് സെമൻ ലിംഗനിർണയം നടത്തിയ ബീജം ഉരുക്കൾക്ക് കൊടുത്തുകൊണ്ട് ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടിയെ തന്നെ വരത്തക്ക നിലയിലുള്ള പ്രവർത്തനത്തിലേക്ക് ഇന്ന് കേരളം മുന്നേറുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ സെക്സ് സോർട്ടഡ് സെമൻ എങ്ങനെയാണ് വിതരണം നടത്തുന്നത്, എങ്ങനെയാണ് കേരളത്തിലെ ഉരുക്കൾക്ക് നമ്മൾ കൊടുക്കുന്നത്, അതിൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ പ്രിയ കേരളത്തിലൂടെ നിങ്ങൾക്കറിയാൻ സാധിക്കും. വിവിധ പദ്ധതികളിൽ ഉൾപ്പെടുത്തി അത്യുൽപാദന ശേഷിയുള്ള പശുക്കളെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്നതുകൊണ്ട് മാത്രമായില്ല, മികച്ച ഇനം പശുക്കിടാങ്ങൾ നമ്മുടെ നാട്ടിൽ പിറക്കുക കൂടി ചെയ്താലേ കേരളത്തിന് പാൽ സമൃദ്ധിയിലേക്ക് എത്താനാകൂ. ഈ ലക്ഷ്യം മുന്നിൽ കണ്ട് കൂടുതൽ പശുക്കിടാങ്ങളുടെ ജനനവും ആരോഗ്യകരമായ വളർച്ചയും ഉറപ്പുവരുത്തുകയാണ് നമ്മുടെ സർക്കാർ. അതിനായി മൃഗസംരക്ഷണ വകുപ്പ് നടപ്പിലാക്കി വരുന്ന പദ്ധതിയാണ് ആക്സിലറേറ്റഡ് ബ്രീഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം സെക്സ് സോർട്ടഡ് സെമൻ എന്ന കൃത്രിമ ബീജ സങ്കലന പദ്ധതി. പശുക്കളിൽ കൃത്രിമ ബീജാധാനം നടത്തുമ്പോൾ ലിംഗനിർണയം നടത്തിയ ബീജമാത്രകൾ ഉപയോഗിച്ച് പശുക്കുട്ടികൾ തന്നെ പിറക്കാൻ ലക്ഷ്യമിടുന്നതാണ് ആക്സിലറേറ്റഡ് ബ്രീഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. കൃത്രിമ ബീജ സങ്കലനത്തിലൂടെ 90% പശുക്കിടാങ്ങൾ തന്നെ പിറക്കുന്നു എന്നതാണ് പദ്ധതിയുടെ പ്രധാന സവിശേഷത. ഉൽപാദനക്ഷമതയും വർഗമേന്മയുമുള്ള കൂടുതൽ പശുക്കിടാങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ പിറക്കുന്നു എന്നതും പദ്ധതിയുടെ മേന്മയാണ്. സർക്കാർ KLD ബോർഡ്, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡോട് ചേർന്ന് നമുക്ക് സെക്സ് സോർട്ടഡ് സെമൻസ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അത് പ്രത്യേകിച്ച് കൂടുതൽ പശുക്കളുള്ള ഉപകേന്ദ്രങ്ങളിലും ആശുപത്രികളിലും ലഭ്യമാണ്. ഇത് കുത്തിവയ്ക്കുമ്പോൾ ഫീമെയിൽ കാഫ് മാത്രം ജനിക്കും. കൃത്രിമ ബീജാധാനത്തിൽ ലോകത്തെ അതിനൂതന സാങ്കേതിക വിദ്യ കർഷകർക്ക് താങ്ങാവുന്ന ചെലവിൽ ലഭ്യമാക്കുകയാണ് നമ്മുടെ സർക്കാർ. ഈ പദ്ധതി പ്രകാരം ലിംഗനിർണയം നടത്തിയ ബീജമാത്രകൾക്കായി കർഷകർ ചിലവാക്കേണ്ടി വരുന്നത് 500 രൂപ മാത്രമാണ്.
കൃത്രിമ ബീജാധാനം നടത്തിയ പശുവിന് 2 കുത്തിവയ്പ്പുകൾക്ക് ശേഷവും ഗർഭധാരണം നടന്നില്ലെങ്കിൽ പണം തിരികെ നൽകുകയും ചെയ്യും. മൃഗസംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന രാജ്യത്തെ മികച്ച ഏജൻസികൾ മുഖേനയാണ് ഈ പദ്ധതിക്കായി ലിംഗനിർണയം നടത്തിയ ബീജമാത്രകൾ വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലായി ആരംഭിച്ച പദ്ധതി സർക്കാർ ഇതിനകം പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കൂടി വ്യാപിപ്പിച്ചു കഴിഞ്ഞു. പദ്ധതി വ്യാപകമാകുന്നതോടെ സംസ്ഥാനം മുന്തിയ ഇനം പശുക്കളുടെ കേന്ദ്രമായി മാറുമെന്ന കാര്യം ഉറപ്പാണ്. പ്രിയ കേരള പ്രിയപ്പെട്ടവരെ, 1859 തിരുവനന്തപുരം സൂ പ്രവർത്തനം ആരംഭിച്ചത്. ഏറ്റവും പഴക്കം ചെന്ന ഒരു സൂ തന്നെയാണ് കേരളത്തിലെ നമ്മുടെ തിരുവനന്തപുരം സൂ. ആയിരക്കണക്കിന് ആൾക്കാർ ഈ സൂ കാണാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. നമുക്ക് തിരുവനന്തപുരം സൂവിനെ സംബന്ധിച്ചൊരു പുതിയ വിശേഷം കൂടിയുണ്ട്. 6ഓളം പുള്ളിപ്പുലികൾ നമുക്കുണ്ട്. അതിൽ 2 പുള്ളിപ്പുലികൾ ഇന്ന് പ്രസവിച്ചു. ഏകദേശം 3 കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അത് 5 മാസവും 3 മാസവും ഒക്കെ പ്രായമായവ ആണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഇവിടെ ഇല്ലാത്ത പല മൃഗങ്ങളെയും നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുവാനുള്ള വലിയ പരിശ്രമമാണ് ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം നഗരത്തിലെത്തുന്ന സന്ദർശകരുടെ എല്ലാം പ്രധാന ആകർഷണമായി നിലകൊള്ളുകയാണ് 166 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ മൃഗശാല. 36 ഏക്കറിൽ പരന്നുകിടക്കുന്ന ഈ വിസ്മയ ലോകത്ത് 92 വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട പക്ഷിമൃഗാദികളാണ് സന്ദർശകരെ കാത്തിരിക്കുന്നത്. അവരുടെ കൂട്ടത്തിലേക്കാണ് പുതിയ 3 അതിഥികൾ കൂടി എത്തിയിരിക്കുന്നത്. ഈ മൃഗശാലയിൽ തന്നെ ജനിച്ച 3 പുള്ളിപ്പുലി കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രത്യേക പരിചരണത്തിലാണ്. അധികം വൈകാതെ സന്ദർശകർക്ക് കാണാനുള്ള കൂടുകളിലേക്ക് അവയെ മാറ്റും. കർണാടകയിലെ ശിവമോഗ ടൈഗർ ആൻഡ് ലയൺ സഫാരി പാർക്കിൽ നിന്ന് 3 പെൺ കഴുതപ്പുലികളെയും 1 ജോഡി കുറുനരികളെയും 1 ജോഡി ചതുപ്പ് മുതലകളെയും പുതുതായി മൃഗശാലയിൽ എത്തിച്ചിട്ടുണ്ട്. നിലവിൽ ക്വാറന്റൈനിൽ കഴിയുന്ന ഇവയെയും വൈകാതെ സന്ദർശകർക്ക് കാണാനാകും. 3 സിംഹങ്ങളും 3 ബംഗാൾ കടുവകളും 2 വെള്ളക്കടുവകളും 6 പുള്ളിപ്പുലികളും കാട്ടുപോത്തും മാനുകളും അനാക്കോണ്ടയടക്കം വിവിധ ഇനം പാമ്പുകളുമെല്ലാം നിലവിൽ മൃഗശാലയിലുണ്ട്. ഇവയെയെല്ലാം കാണാൻ ദിനംപ്രതി സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് പേരാണ് മൃഗശാലയിലെത്തുന്നത്. ഇത് വളരെ നല്ല സൂ ആണ്. ഞാൻ കാണാൻ ആഗ്രഹിച്ച പലതരം ജീവജാലങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു. ഞാൻ കണ്ട മിക്ക ജീവജാലങ്ങളും വളരെ ആക്റ്റീവും വളരെ ഉന്മേഷഭരിതമായിട്ടാണ് അവിടെ നിന്നിരുന്നത്. പലതരം പക്ഷികളും ജീവജാലങ്ങളും, ഇത് പാമ്പെന്ന് വെച്ചാൽ പലതരം വെറൈറ്റീസ് ഉണ്ട്. എല്ലാത്തിനെയും കാണാൻ നല്ല ഭംഗിയാണ്. Especially this tigers, white tigers, lions, leopard. It was very fantastic experience, and I feel very glad to be here. This zoological park is really very nicely maintained. Thank you Kerala, thank you Trivandrum. മക്കാവു തത്തകളടക്കം വിദേശ പക്ഷികളെ പാർപ്പിക്കുന്നതിനായി പ്രത്യേക കൂടുകൾ മൃഗശാലയിൽ നിർമ്മിച്ചു കഴിഞ്ഞു. അനുയോജ്യമായ ആവാസ വ്യവസ്ഥ ഒരുക്കി പക്ഷികളുടെ വംശവർദ്ധനവ് സാധ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. മഞ്ഞ അനാക്കോണ്ട, സീബ്ര, ജിറാഫ്, വെള്ളമയിൽ തുടങ്ങിയവയെ മറ്റ് മൃഗശാലകളിൽ നിന്ന് ഇവിടെ എത്തിക്കാനുള്ള ശ്രമങ്ങളും ഊർജിതമായി നടക്കുകയാണ്. എക്കാലത്തും മൃഗശാലയുടെ ആകർഷണമായിരുന്നു ജിറാഫും സീബ്രയും. കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും സീബ്ര, ജിറാഫ് എന്നൊക്കെ പറയുന്ന മൃഗങ്ങളെ വളരെ ഉത്സാഹത്തോടു കൂടിയാണ്, കൗതുകത്തോടു കൂടിയാണ് എല്ലാവരും നിരീക്ഷിച്ചിരുന്നത്. ഇപ്പോഴും അവരാവശ്യപ്പെടുന്നുണ്ട്. ഈ മൃഗങ്ങളുടെ അസാന്നിധ്യം ഒരു കുറവായിട്ട് പലരും പറയുന്നുണ്ട്. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തെ മുൻനിർത്തി ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഹരിതാഭമായ മൃഗശാലയുടെ പ്രകൃതി ഭംഗിയിൽ ആകൃഷ്ടരായി എത്തുന്ന നിരവധി ചിത്രശലഭങ്ങളും ഇവിടെയുണ്ട്.
അവയ്ക്കായി നിറയെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഒരു ശലഭ പാർക്കും മൃഗശാലയുടെ ഭാഗമാണ്. അറിവും ആനന്ദവും പകരുന്ന കൂടുതൽ കാഴ്ചകൾ സന്ദർശകർക്ക് മുന്നിലെത്തിക്കാനുള്ള ഒരുക്കത്തിലാണ് തിരുവനന്തപുരം മൃഗശാല. പ്രിയ കേരള ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടപ്പനക്കുന്ന് റീജിയണൽ പൗൾട്രി ഫാം സെൻ്ററിലാണ്. ആഴ്ചയിൽ 8,000-ഓളം കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുന്ന, പ്രത്യേകിച്ചും ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവിടെ നിന്ന് വിരിഞ്ഞിറങ്ങുന്നത്. നമുക്കറിയാം, ഇവിടെ മുട്ട ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. അത് ഈ കൊടപ്പനക്കുന്ന് ഫാം മാത്രമല്ല, കേരളത്തിൽ പൗൾട്രി ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ളവർ വളരെ നേതൃത്വപരമായ പങ്കുവഹിച്ചുകൊണ്ട് ലക്ഷക്കണക്കിന് കോഴിക്കുഞ്ഞുങ്ങളെ ഓരോ മാസവും അതിനെ വിരിയിച്ചിറക്കുകയും അതിനെ വളർത്തിയെടുത്ത് വ്യത്യസ്തങ്ങളായ സ്കീം വഴി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇന്നിവിടെ നടന്നു പോകുന്നത്. എന്നാൽ നമുക്കറിയാം, കേരളത്തിൽ ഇറച്ചി നമുക്ക് ആവശ്യമുള്ള, അത് സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ ഇതുവരെയും എത്തിയിട്ടില്ല. ഒരു മാസം 1.25 ലക്ഷത്തോളം ഇറച്ചി കോഴികളെ നമ്മുടെ കെപ്കോ മാത്രം ഇന്ന് വിരിയിച്ചിറക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇറച്ചി കൂടുതൽ വ്യാപകമായ നിലയിൽ കൊണ്ടുവരുവാനും നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ അത്തരത്തിലുള്ള ഇറച്ചിക്കോഴികളെ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇന്ന് മുന്നോട്ട് പോകുന്നു. ഭക്ഷ്യോൽപാദനത്തിലെ സ്വയം പര്യാപ്തതയാണ് നമ്മുടെ സർക്കാരിന്റെ ലക്ഷ്യം. മുട്ടയും പാലും കോഴിയിറച്ചിയും പച്ചക്കറികളും തുടങ്ങി നെല്ലുൽപാദനം വരെ വർദ്ധിപ്പിക്കുന്ന കേരളം സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിലേക്കാണ് ചുവടുവയ്ക്കുന്നത്. മൃഗസംരക്ഷണ വകുപ്പിന്റെയും കേരള പൗൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയും നേതൃത്വത്തിൽ കോഴിമുട്ടയുടെയും കോഴിയിറച്ചിയുടെയും ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും സുസ്ഥിര വികസനത്തിലേക്കുള്ള നമ്മുടെ മുന്നേറ്റം ഉറപ്പാക്കുകയാണ്. സംസ്ഥാനത്ത് ആവശ്യമായ കോഴിയിറച്ചിയുടെ 50% ആഭ്യന്തര ഉൽപാദനം. കോഴിമുട്ടയുടെ കാര്യത്തിലാകട്ടെ ഇത് 44%. അതുകൊണ്ടാണ് ഇവയുടെ ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്ക് നമ്മുടെ സർക്കാർ വലിയ പ്രാധാന്യം നൽകി വരുന്നത്. കർഷകർക്കായി മുട്ടക്കോഴി കുഞ്ഞുങ്ങളെയും ഇറച്ചിക്കോഴി കുഞ്ഞുങ്ങളെയും വിതരണം ചെയ്തും കെപ്കോയുടെ ഫാമുകൾ വഴി കോഴിയിറച്ചി ഉൽപാദനം വർദ്ധിപ്പിച്ചുമാണ് ഈ രംഗത്ത് നേട്ടങ്ങളിലേക്ക് നാം ചുവടുവയ്ക്കുന്നത്. ഓരോ പദ്ധതിയിലും ഗുണഭോക്താക്കളുടെ ഉയർച്ച ലക്ഷ്യമിടുന്ന സർക്കാർ വീട്ടമ്മമാർക്ക് വരുമാനം ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് മുട്ടക്കോഴി വളർത്തൽ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. വിധവകൾക്ക് കോഴിക്കുഞ്ഞുങ്ങൾ വിതരണം ചെയ്യുന്ന ആശ്രയ പദ്ധതി, കുടുംബശ്രീ അംഗങ്ങൾക്കായി വനിതാമിത്രം, സ്ത്രീകൾക്ക് 100 കോഴികളും കൂടും തീറ്റയും നൽകുന്ന കൂടും കോഴിയും പദ്ധതി തുടങ്ങിയവയെല്ലാം ഈ ലക്ഷ്യപ്രാപ്തി മുൻനിർത്തിയാണ് നടപ്പിലാക്കി വരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളിലെ 8-9 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്ന കുഞ്ഞു കൈകളിൽ കോഴിക്കുഞ്ഞ്, VHSC വിദ്യാർത്ഥികൾക്കായുള്ള ജീവനം ജീവധനം എന്നീ പദ്ധതികൾ സ്കൂൾ കുട്ടികളുടെ പോഷകാഹാര നിലവാരം മെച്ചപ്പെടുത്തുകയെന്ന ലക്ഷ്യം കൂടിയാണ് സാക്ഷാത്കരിക്കുന്നത്. ആശ്രയ പദ്ധതിയിൽ നിന്ന് 10 കോഴിക്കുഞ്ഞും തീറ്റയും കിട്ടി. അതിൽ നിന്ന് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും. എനിക്ക് കെപ്കോയിൽ നമ്മുടെ സർക്കാരും ചേർന്ന് 10 കോഴിയും തീറ്റയും മരുന്നും ഉൾപ്പെടെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇത് വിധവകൾക്ക് വേണ്ടിയുള്ള പ്രോജക്റ്റായിരുന്നു, ഗവൺമെൻറ് പ്രോജക്റ്റാണ്. ഇതുവഴി നമുക്കൊരു വരുമാന മാർഗമാണ് സർക്കാർ നൽകിയിട്ടുള്ളത്. 100 കോടിയിലധികം മുതൽ മുടക്കി കെപ്കോ വഴി നടപ്പാക്കി വരുന്ന ഇത്തരം ജനപ്രിയ പദ്ധതികളിലൂടെ സർക്കാർ ഇതിനകം 6,20,215 മുട്ടക്കോഴികളെയും 1,75,390 കിലോ കോഴിത്തീറ്റയും 66,494 രൂപയുടെ മരുന്നും വിതരണം ചെയ്തു കഴിഞ്ഞു. 2,165 മെട്രിക് ടൺ കോഴിയിറച്ചിയാണ് കഴിഞ്ഞ 5 വർഷത്തിനിടെ കെപ്കോയിലൂടെ വിറ്റഴിച്ചത്. മൃഗസംരക്ഷണ വകുപ്പ് നേരിട്ട് നടത്തുന്ന ചെങ്ങന്നൂർ സെൻട്രൽ ഹാച്ചറിയും കുടപ്പനക്കുന്ന് റീജിയണൽ പൗൾട്രി ഫാമും അടക്കം 10 ഫാമുകളിൽ നിന്നായി മാസം ഏകദേശം 1,67,000 കോഴിക്കുഞ്ഞുങ്ങളെയാണ് എഗ്ഗർ നഴ്സറികളിലേക്കും അവിടെ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ പദ്ധതികൾ വഴി സാധാരണക്കാരിലേക്കും കർഷകരിലേക്കും എത്തിക്കുന്നത്.
ഗ്രാമശ്രീ ഇനത്തിൽപ്പെട്ട ഈ ഒരു കോഴിക്കുഞ്ഞുങ്ങൾ കർഷകർക്ക് എത്തിക്കുന്നതിലൂടെ അവർക്ക് ആ ഒരു മുട്ട ഉൽപ്പാദനത്തിന് വളരെ മികവ് ഒറ്റ കോഴികളെ എത്തിക്കാൻ സാധിക്കുന്നു. അത് വകുപ്പിന് അതിലൂടെ സാധിക്കുന്നു എന്നതാണ് ഇത് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. ഇവിടുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങൾക്ക് എഗ് നഴ്സറിക്ക് ഒത്തിരി ബുക്കിംഗ് ഉണ്ട്. കോഴികളുടെ മികവാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. സംസ്ഥാനത്ത് ആദ്യമായി വാണിജ്യാടിസ്ഥാനത്തിൽ മുട്ട ഉൽപാദനം ലക്ഷ്യമിട്ട് സർക്കാർ മേഖലയിൽ ഒരു ഫാം കൂടി കുടപ്പനക്കുന്നിൽ ഒരുങ്ങുകയാണ്. കെപ്കോയുടെ പരിസ്ഥിതി നിയന്ത്രിത ഹൈടെക് ലെയർ ഫാമിന്റെ നിർമ്മാണം ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. 1,00,000 മുട്ടക്കോഴികളെ വളർത്തി നിത്യേനെ 65,000-ഓളം മുട്ട ഉൽപ്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതി ഈ രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ ഉറപ്പാക്കും. ഇങ്ങനെ വൈവിധ്യമാർന്ന പദ്ധതികളിലൂടെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയും കർഷകരുടെ സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കുകയാണ് കേരളം. പ്രിയ കേരള കേരളത്തിൽ ഓൺലൈനിലൂടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കത്തക്ക നിലയിൽ ഈ സമൃദ്ധ എന്ന് പറഞ്ഞൊരു പുതിയ പദ്ധതിക്ക് ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ തുടക്കം കുറിച്ചു. നമുക്കറിയാം, ഒരു മൃഗത്തിന് മനുഷ്യനെ പോലെ തന്നെ ഹെൽത്ത് കാർഡ് അതിനും കിട്ടുക എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരവാദിത്വം. ഒരു ഡോക്ടർ നമുക്ക് ആ ചിപ്പ് ഉള്ള ആ ഹെൽത്ത് കാർഡുള്ള ഒരു വളർത്തുമൃഗമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഡോക്ടറെ തന്നെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട്, കാരണം അത് ഏത് വാക്സിൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാ വിവരങ്ങളും ആ ഹെൽത്ത് കാർഡിൽ കാണും. അപ്പോൾ ഡോക്ടർമാരെ പെട്ടെന്ന് ബന്ധപ്പെടാം. ഡോക്ടർക്ക് വളരെ പെട്ടെന്ന് അറിയാൻ സാധിക്കും ഈ നായി ഏതിനത്തിൽപ്പെടുന്നതാണ്, ഈ പശു ഏതിനത്തിൽപ്പെടുന്നതാണ്, ഇതിന് എന്തൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്, എത്ര പ്രസവം നടന്നിട്ടുണ്ട്, എല്ലാ വിവരങ്ങളും ഡോക്ടർക്കും കിട്ടുക. അപ്പോൾ ഓൺലൈനിലൂടെ തന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും നമുക്ക് കേരളത്തിൽ ഒരുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സമൃദ്ധ പദ്ധതി നമ്മളിപ്പോൾ കൊണ്ടുവരുന്നത്. ഈ സമൃദ്ധ പദ്ധതിയിലൂടെ നമ്മുടെ സർക്കാർ സംസ്ഥാനത്തെ വളർത്തുമൃഗ പരിപാലന രംഗം ഡിജിറ്റലാക്കുകയാണ്. മൃഗസംരക്ഷണ പ്രവർത്തനം ലളിതമാക്കാനും ശാസ്ത്രീയമായി ക്രമീകരിക്കാനും ലക്ഷ്യമിടുന്നതാണ് ഈ സമൃദ്ധയുടെ നിർവഹണം. വളർത്തുമൃഗങ്ങൾക്ക് വേണ്ടി ഉടമസ്ഥർ ആശുപത്രിയിൽ നേരിട്ടെത്തി OP ടിക്കറ്റ് എടുക്കുന്ന രീതിയും മൃഗങ്ങളുടെ ചികിത്സാരേഖകൾ ഉടമസ്ഥർ സൂക്ഷിക്കുന്ന രീതിയും ഈ പദ്ധതിയിലൂടെ പരിഷ്കരിക്കുകയാണ്. ഒരു മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതിലൂടെ വീട്ടിലെ വളർത്തുമൃഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്ന രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ സമൃദ്ധ മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ കർഷകർക്ക് ചികിത്സാ സേവനങ്ങൾ മുൻകൂട്ടി ബുക്ക് ചെയ്യാം. പശുക്കൾ ഉൾപ്പെടെയുള്ള വളർത്തുമൃഗങ്ങളുടെ ചികിത്സാ ചരിത്രം ഈ പദ്ധതിയിലൂടെ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനാൽ അതിവേഗത്തിൽ ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. അടിയന്തര ഘട്ടങ്ങളിൽ വീട്ടുപടിക്കൽ സേവനം ഉറപ്പാക്കുന്ന മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളും 24 മണിക്കൂറും ചികിത്സാ സേവനങ്ങളും നിർദ്ദേശങ്ങളും ഉറപ്പാക്കുന്ന ആനിമൽ ക്ലിനിക്കുകളും കൂടി ഉൾപ്പെടുന്നതാണ് ഈ സമൃദ്ധ എന്ന ഡിജിറ്റൽ പരിപാലന പദ്ധതി. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലും കഴക്കൂട്ടം വെറ്റിനറി ആശുപത്രിയിലും നടപ്പാക്കിയ പദ്ധതി വൈകാതെ സംസ്ഥാന വ്യാപകമാക്കുകയാണ് നമ്മുടെ സർക്കാർ. ഓൺലൈൻ സമ്പ്രദായം നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കിയതിന് കൊണ്ട് വളരെയധികം ഉപയോഗപ്രദമാണ്. ഇപ്പം നമ്മുടെ ഒരു പെറ്റോഗിനെ നമ്മൾ ഒരു 1 ഇയർ ആയാലും അതിൻ്റെ ഒരു ടോക്കൺ നമ്മളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ടോക്കൺ ഉപയോഗിച്ച് നമുക്ക് ആ ഡോഗിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാം. അപ്പം അത് എത്രത്തോളം അത് വിലപ്പെട്ടതാണ്. അപ്പം നമുക്ക് ഈ സമ്പ്രദായം നമ്മുടെ മറ്റ് ഹോസ്പിറ്റലുകളിലും അത് നിലവിൽ വരുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെയധികം പ്രയോജനമാണ്. സംസ്ഥാനത്തെ വിവിധ പ്രദേശങ്ങളിലായി 28 ആശുപത്രികളിൽ കൂടി ഈ സമൃദ്ധ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കാനുള്ള പ്രവർത്തനം അന്തിമഘട്ടത്തിലാണ്. ചികിത്സാരേഖകൾ ഡിജിറ്റലാക്കുന്നതിനൊപ്പം കർഷകർക്ക് ഈ സേവനങ്ങൾ ലഭിക്കുന്നു എന്നുറപ്പാക്കാനുള്ള സംവിധാനവും സർക്കാർ ഒരുക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ ആശുപത്രികളിലും വൈകാതെ ഈ സേവനങ്ങൾ യാഥാർത്ഥ്യമാകും. സംസ്ഥാനത്തെ എല്ലാ മൃഗാശുപത്രികളിലെയും വാക്സിനേഷൻ സംവിധാനം ഡിജിറ്റലാക്കാനുള്ള പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. ഇതൊരു സൈറ്റാണ്. ഈ സൈറ്റിൽ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് രജിസ്ട്രേഷൻ ഈ സൈറ്റ് വഴി തന്നെ ചെയ്യാൻ സാധിക്കും. കാശ് അടയ്ക്കുന്ന എൻ്റെ ഹോസ്പിറ്റലെല്ലാം ഈ TR5 വഴി എല്ലാം സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. തുടർന്ന് ചികിത്സയും നമ്മൾ ഈ സമൃദ്ധ ആപ്പ് വഴിയാണ്, ഈ സമൃദ്ധ പോർട്ടൽ വഴിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ചികിത്സാ വിവരങ്ങളെല്ലാം അതിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടാവും.
അതിനോടനുബന്ധിച്ച് തന്നെ വാക്സിനേഷൻ തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറ്റും. അതിൽ എൻട്രി ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ എല്ലാ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, അതിൻ്റെ ഹെൽത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം ഇതിന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. പത്തനംതിട്ട ജില്ലയിലെ മുഴുവൻ പശുക്കൾക്കും എരുമകൾക്കും RFID മൈക്രോചിപ്പ് ഘടിപ്പിച്ചുകൊണ്ടായിരുന്നു ഈ സമൃദ്ധ പദ്ധതിക്ക് രണ്ടാം പിണറായി വിജയൻ സർക്കാർ തുടക്കമിട്ടത്. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക സഹായത്തോടെ നടപ്പിലാക്കിയ ഈ സംവിധാനത്തിലൂടെ സംസ്ഥാനത്തെ മൃഗസംരക്ഷണ മേഖലയിൽ ഒരു ഡിജിറ്റൽ ലൈവ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആൻഡ് ഹെൽത്ത് സംവിധാനം യാഥാർത്ഥ്യമാകുകയാണ്. അതിലൂടെ രാജ്യത്താദ്യമായി ഒരു സമ്പൂർണ്ണ ഡിജിറ്റൽ മൃഗാരോഗ്യ പരിപാലന സംവിധാനം കൂടിയാണ് കേരളം സൃഷ്ടിക്കുന്നത്. മൃഗസംരക്ഷണ, ക്ഷീരവികസന, മൃഗശാല വകുപ്പിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഞാൻ ഇതുവരെയും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇതിൻ്റെയൊക്കെ സേവനം നിങ്ങളേവരും ഉപയോഗിക്കണം. പ്രിയ കേരളം പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.